ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാവരും വന്ന് ഇടക്കിടക്ക് കൂട്ടും. ഇന്നലെ ഒറ്റ ചാനലില് ഏഷ്യാനെറ്റിന് ഷിംജിത കൊടുത്തൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞാനൊന്ന് പറഞ്ഞു, അതിന് എനിക്ക് ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്തു. ഇനി എന്നെ കൊണ്ട് തല്ലോളാൻ വയ്യ. ഈ എക്സ്പ്ലനേഷനിൽ തന്നെയുണ്ട് ഷിംജിതയുടെ നുണകൾ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ്. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പട്ടി ഇതെന്താ പറയുക, പെട്ടുപോയിട്ട് പിന്നെ അവിടെ കടന്ന് ഉരുളണം. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് തോന്നുന്നത്. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ. അപ്പം നേരെ എന്റെ മേലിലേക്ക് അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. ഇനി ആരും സൂത്രം വെച്ചാൽ മതി. ഇയാളുടെ ലെഫ്റ്റ് ഹാൻഡിൽ ബാഗ് ഉണ്ട്. ലെഫ്റ്റിലുള്ള ബാഗ് ഇങ്ങോട്ട് പൊക്കി എടുക്കുന്ന സമയത്ത് റൈറ്റിലെ കൈ ഇങ്ങനെ തിരിയുമ്പോൾ ഒന്ന് തട്ടും. ഇതൊക്കെ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നതാണ് ഷിംജിത. അത് നീ ശ്രദ്ധിച്ചോ? അതെന്താ ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പൊ ഈ അയാളെ ഇറങ്ങി ഓടിക്കളഞ്ഞു. ഞാനിത് വിശ്വസിക്കില്ല. ഞാനിതൊന്നും കണ്ടില്ല. ഇപ്പൊ വടകര പോലീസ് സ്റ്റേഷനിൽ മീഡിയക്കാരൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷന് അവിടുന്ന് പറയുന്നത് നമുക്ക് ഒരു കംപ്ലൈന്റും കിട്ടിയിട്ടില്ല. തൂക്കി. കുറ്റബോധം എന്ന് പറഞ്ഞ സാധനം വേണ്ടേ? ഒരു മനുഷ്യനാണെങ്കിൽ കുറ്റബോധം വേണം. ഷിംജിതയ്ക്ക് അതുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. ഒരു തരി പോലും അനങ്ങാതെയുള്ള നിന്റെ ഈ കൊണ്ടല്ലോ, അതാണ് പിന്നെ കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കേ. പണി ഞാൻ തരുന്നുണ്ട്.